എല്ലാവർക്കും സ്വാഗതം. ഷെറിനാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ടോണീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ ഉപേക്ഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോണിക്കും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. ടോണിയാണെങ്കിലും ഷെറിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ 2 തവണ എടുക്കുന്നുണ്ട്. പിന്നെയും വീണ്ടും ഷെറിനെ തന്നെ പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ. അപ്പോൾ ടോണിക്കും സങ്കടമൊക്കെ വന്നിട്ട് ഷെറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പിന്നീട് ആൻസി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് ടോണീനെ കാണാനില്ലാത്തതുകൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ടോണിച്ചായൻ പോയിട്ട് കുറേ സമയമായല്ലോ, നമുക്കും കൂടെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ എന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയും, ടോണി ഇങ്ങനെ വന്ന് പറയാതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറയും കേട്ടോ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, നമ്മുടെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതല്ലേന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ചില സമയത്ത് തോന്നും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി നിനക്കാണെന്നുള്ളത്, ചില സമയത്ത് തനി പൊട്ടിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ കുറച്ച് പരിഭവത്തിൽ പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെയായോ എന്ന്. അപ്പോഴേക്കും ഷെറിൻ്റെ ബ്രദർ ആൽബിച്ചായനും അതുപോലെ തന്നെ ഷെറിൻ്റെ പപ്പയും കൂടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കാറിനുള്ളിലേക്കാണ് കേട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് പിന്നീട് ഷെറിൻ്റെ പപ്പ ഇറങ്ങുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ധാരയുടെ വണ്ടിയാടാ, അതിൻ്റെ ഉള്ളിൽ ആളുകളെ കാണാനുണ്ടല്ലോ എന്നിങ്ങനെ പറയും. അതാ ടോണി വന്നതായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, ആരാന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൽബിച്ചൻ പപ്പനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതാരാ, ആൾ കുഴപ്പക്കാരനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മാമച്ചായൻ പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് ഷെറിൻ്റെ പപ്പ, കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ള രീതിയിൽ മാമച്ചായനും രേവതിക്കുട്ടീനോട് പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഷെറിൻ്റെ പപ്പയും ആൽബിച്ചനും കൂടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ടോണി അവിടെ സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റോബിച്ചനും ഉണ്ടായിരുന്നല്ലോ, റോബിച്ചനോടാണ് കേട്ടോ ചോദിക്കുന്നത്, ഇവൻ ആരോട് ചോദിച്ചിട്ടാണ് വീട്ടിനുള്ളിലേക്ക് കയറിയത് എന്ന്. അപ്പോൾ ടോണി പറയും, ഞാൻ ആരോടും അനുവാദം ചോദിച്ചില്ല എന്നിട്ട്. അപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിനക്ക് സംസാരിക്കാൻ അവസരം തരാമെന്നൊക്കെയാണ് കേട്ടോ ഷെറിൻ്റെ പപ്പ പറയുന്നത്. എന്നിട്ട് അപ്പോൾ റോബിച്ചനോട് ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് ഇവൻ വീട്ടിനുള്ളിലേക്ക് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് റോബിച്ചൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്താ ഇപ്പോൾ നിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ടോണിനോട് ചോദിക്കും. അപ്പോൾ ടോണി പറയുന്നുണ്ട്, ഒന്നാമത്തേത് ഷെറിനെ എനിക്ക് കാണണം, അതുപോലെ തന്നെ ഷെറിൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നടന്നല്ലോ, ഷെറിനെ നീ കണ്ടല്ലോ, പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ ഷെറിൻ്റെ കുഞ്ഞ് അത് നീ അറിയേണ്ട കാര്യമില്ല എന്നിങ്ങനെ ആൽബിച്ചൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിനെ എന്താ അങ്ങനെ കാശ് കൊടുത്ത് വിറ്റോ, അതുപോലെ തന്നെ കൊന്നു കുഴിച്ചു മൂടിയോ എന്നൊക്കെ ഇങ്ങനെ ടോണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ, നീ അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ടോണീനെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഒന്ന് പ്രസവിച്ച പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ അവളെ എല്ലാം സഹിച്ച് എൻ്റെ കൂടെ പൊറപ്പിക്കണമായിരുന്നോ എന്നൊക്കെയാണ് കേട്ടോ ടോണി അവരോടും ചോദിക്കുന്നത്. അപ്പോൾ ഷെറിൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ അവരത് പറയാൻ തയ്യാറല്ല കേട്ടോ. അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ അപ്പോൾ ഈ ടോണി ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൽബിച്ചനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്, ടോണിനെ തല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ടോണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ദേഹത്ത് കൈ വെക്കണമെന്ന് തോന്നുന്നുണ്ടോ, അപ്പോൾ ഒന്ന് കൈ വെച്ച് നോക്ക്, ഞാൻ സർക്കിളിൽ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അപ്പോൾ എൻ്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും, അതിനുള്ള പണിയെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ ആൽബിച്ചനൊന്ന് അടങ്ങും കേട്ടോ. എന്തായാലും ടോണി രണ്ടും കൽപ്പിച്ചാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ടോണി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, സാധാരണ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് കാറോ സ്വർണ്ണമൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, ഇതിപ്പോൾ ഒരു കുട്ടീനെയാണല്ലോ ഗിഫ്റ്റായിട്ട് തന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതേതായാലും നല്ല സ്കീം തന്നെയാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മകൾ ഇങ്ങനെ പ്രസവിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാവുമല്ലോ എന്നും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കേൾക്കുമ്പോഴും ആൽബിച്ചിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ടോണീനെ കൈവയ്ക്കാനൊക്കെ ഒരുങ്ങുന്നത്. അപ്പോൾ ടോണി അത് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലായിട്ട് ഷെറിൻ്റെ പപ്പ 2 മക്കളെയും വിളിച്ച് പുറത്തേക്ക് പോവുകയാണ്. അവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്, ഉടക്കാൻ നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പം അവനിപ്പോൾ ഷെറിൻ്റെ കുഞ്ഞിനെയാണല്ലോ അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, അവൻ ആ എറണാകുളത്തുള്ളവരെയും കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ടെ. അപ്പോൾ ആര് പാലാരിവട്ടത്തുള്ളവരോ എന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ മകൻ്റെ കുഞ്ഞാണല്ലോ, അവർ നേരിട്ടും മുൻപ് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്, അപ്പോൾ അവരാണ് ഇതിൻ്റെ പിറകിൽ ചരട് വലിക്കുന്നത്, ടോണി അതിനനുസരിച്ച് തുള്ളുകയാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിയിലുള്ളവർ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയാമെന്ന് പറയേ. അപ്പോൾ ആൽബി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏത് ഓർഫനേജിൽ നിന്ന് എന്നാ പറയാമെന്ന് ചോദിക്കുമ്പോൾ നെടുമങ്ങാടുള്ള ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ നിന്ന് എന്ന് പറയാമെന്ന് പറയുമ്പോൾ എന്നാ അങ്ങനെ പറയാമല്ലേ എന്ന് പറഞ്ഞിട്ട് റോബിച്ചനോടാണ് കേട്ടോ ടോണീനോട് ഈ കാര്യം പറയാനായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ടോണീനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ടോണി നീ ഇപ്പോൾ പോ, നമുക്ക് ഈ കാര്യം പിന്നീട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഷെറിൻ്റെ കുഞ്ഞ് എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാലേ ടോണി അവിടുന്ന് പോവുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നീട് അവർ വന്നിട്ട് പറയുന്നുണ്ട്, അതിനെങ്ങനെ കുട്ടികളില്ലാത്ത ഇങ്ങനെ ദമ്പതികൾ ജർമ്മനിക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയും.
അപ്പോൾ ഏത് ഓർഫനേജിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇത് കള്ളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടീനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാട്ടോ ടോണി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആൽബിച്ചിനാണെങ്കിലും ടോണി ഇറങ്ങാൻ സമയത്ത് പറയുന്നുണ്ട്, നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും, നീ ഞങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ച് അങ്ങനെ 1.5 വർഷം ഗൾഫിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ഇവിടെ ഭ്രാന്താക്കി കൊണ്ടുവന്ന് വിട്ടു എന്ന് ഞങ്ങളും അങ്ങനെ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, കല്യാണത്തിന് മുന്നേ പ്രസവിച്ച് പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ കുടുംബത്തിൽ പറഞ്ഞ ചെറുപ്പക്കാരനായ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നാൽ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ടോണി വന്ന് വണ്ടിയിൽ കയറും. അപ്പോൾ എന്നിട്ട് അവിടുത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര കലിപ്പിലാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഷെറിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് വലിയ അപരാധമായിട്ടാണ് അവർ കാണുന്നത്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ, ഷെറിൻ്റെ പപ്പ എന്താ പറഞ്ഞതെന്നൊക്കെ ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അയാൾക്കാണ് വലിയ കലിപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്നിങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അവരൊന്നും പറയത്തില്ല. എന്തായാലും ഞാൻ അവർ പറഞ്ഞില്ലെങ്കിലും കുഞ്ഞ് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും എന്നിങ്ങനെ ഉള്ളൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോണി ആണെങ്കിലും. പിന്നീട് അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് പോവേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ വരെ പെട്രോൾ കത്തിച്ചത് വെറുതെ ആയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഞ്ഞിനെ കണ്ടുപിടിക്കും എന്നുള്ള ആ ഉറപ്പ് ടോണി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇതേ സമയം ഷെറിനാണെങ്കിൽ ടോണിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ടോണിച്ചൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്, ഞാൻ പോവാട്ടോ ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞുടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ കയ്യിൽ, അതെല്ലാം എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നോ, ആരും കാണാതെ ഒളിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ബാഗിൽ വെച്ചിട്ടാട്ടോ ഡോർ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ആൻസിനെ വിളിക്കുന്ന സമയത്ത് ആൻസി വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുറന്നല്ലോ എന്ന് പറയും. അപ്പോൾ നീ എവിടേക്കാണ് ബാഗുമായിട്ട് എന്നിങ്ങനെ ചോദിക്കും ആൻസി. അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, ഞാൻ ടോണിച്ചൻ്റെ കൂടെ പോവുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് ടോണി പോയി എന്ന് പറയുമ്പോൾ ഷെറിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ടോണിച്ചൻ പോയിട്ടൊന്നുമില്ല, എന്നെ കൊണ്ടുപോകാതെ പോവില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നോട് പറയാതെ പോകത്തില്ല എന്ന് പറയുമ്പോൾ ആൻസി പറയുന്നുണ്ട്, നിന്നെ കുറേ വിളിച്ചു പക്ഷേ നീ വിളി കേട്ടില്ല എന്ന് പറയുമ്പോൾ ആൻസി ചേച്ചി വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴേക്കും ആൽബിച്ചനും റൂബിച്ചനും പപ്പയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെയെന്ന് നോക്കൂ കേട്ടോ. അവൾ ഇങ്ങനെ ടോണിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. ബാഗ് കാണുമ്പോൾ ആൽബിച്ചൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാഗുമായിട്ടെന്ന്. അപ്പോഴാണ് കേട്ടോ ആൻസി പറയുന്നത് ടോണിയുടെ കൂടെ പോകാൻ ഒരുങ്ങി ഇറങ്ങിയതാണെന്ന്. അപ്പോൾ ഷെറിൻ്റെ പപ്പയാണെങ്കിലും വഴക്ക് പറയുന്നുണ്ട്, വെറുതെ ഇങ്ങനെ വട്ട് കളിക്കാതെ ചെന്ന് റൂമിലിരുന്നോ എന്ന് പറയുന്നുണ്ട്. ആൽബിച്ചനാണെങ്കിലും ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ കുടുംബത്തിൽ ജനിച്ച ജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് പറയാനാട്ടോ. അപ്പോൾ റോബിച്ചൻ ഇങ്ങനെ ഷെറിനോട് ഇങ്ങനെ അകത്തേക്ക് പോകാൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെറിനാണെങ്കിലും അകത്തേക്ക് പോയിട്ട് ഡോർ അടച്ചിട്ട് അവിടെ നിന്നിട്ട് കരയാണ് കേട്ടോ. ടോണിച്ചും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ കരയുന്നുണ്ട്. പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തിയുടെ അടുത്തേക്ക് രോഹിത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഫ്രീ ആണോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കും ഭയങ്കര ദേഷ്യത്തിൽ. അല്ല, ഒരു ചാനൽ ചർച്ച വയ്ക്കാനായിരുന്നു തത്സമയം എന്നിങ്ങനെ പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ നീ ക്യാമറയും ഒക്കെ സെറ്റാക്കി കൊണ്ടുവരികയെന്ന് പറയുമ്പോൾ അതെല്ലാം റെഡിയാണ്, ഇങ്ങോട്ട് കയറി പോരെ എല്ലാവരും എന്ന് പറയും. അപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും അങ്ങോട്ടേക്ക് കയറി നിൽക്കൂട്ടോ. എന്നാൽ പിന്നെ അലീനയും കൂടെ അങ്ങ് വിളിക്കായിരുന്നില്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും രോഹിത് അലീന ചേച്ചി കയറി വാ എന്ന് പറയും കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ കളിയാക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ബബിതയും കൃഷ്ണമോളും ആണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രോഹിത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ തല്ലി തീർക്ക്. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് അടിച്ചു തീർക്കുന്നതാണ്. അലീന ചേച്ചി അമ്മയുടെ അടി കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബബിത പറയുന്നുണ്ട്, ഇതിനൊരു അവസാനം വേണ്ടേ, എല്ലാവർക്കും ഒരു സമാധാനം വേണ്ടേ, ഇത് ഇങ്ങനെ അന്യ വീട്ടിൽ കിടന്ന് നമ്മളിങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇത് അന്യ വീടൊന്നല്ല, ഞാൻ ജനിച്ച വീടാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നോട് ആരും പറയത്തില്ല എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അമ്മ 2 ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്ക്, കമലാൻറ്റി എന്നെ ഇറങ്ങിപ്പോവാൻ അമ്മേനോട് പറയുമെന്ന് പറയുമ്പോൾ, അങ്ങനെ കമലയിടത്തിയോ ശിവേടനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള മറുപടി എനിക്കും അറിയാം. നിങ്ങളുടെ കാര്യം നോക്ക്, സ്കൂളിലോ കോളേജിലൊക്കെ പോകാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവിടുന്ന് പോയിക്കോളാമെന്ന് പറഞ്ഞല്ലോ, ഇനി പേറി പോയാൽ ഒരു 4-5 ദിവസം അത്രയും ഞാൻ അവിടെ കാണുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ്, ഇത് ഞാൻ കുറേ കേട്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ ഒട്ടും വിശ്വാസമില്ല എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. എത്ര പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് കേൾക്കുന്നില്ല. അപ്പോൾ നീ ഇതന്നെ ഇങ്ങനെ പല തവണയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ
വൈജയന്തി അത് പറയുമ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബബിതി, രോഹിത്തും അലീനയും കൃഷ്ണയും എല്ലാവരും കൂടെ കടപ്പാട്ടൂരിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അലീന അവിടെ നിന്ന് പോവല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബബിതേനോടും അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പോവാ അല്ലേ എന്നിങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അവർക്കും നല്ല സങ്കടമാവുന്നുണ്ട്. പിന്നീട് അവർ തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബാലചന്ദ്ര മേനോൻ അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ സമാധാനമായി എന്തോ ഒന്ന് പറഞ്ഞ് കാണണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഈ സമാധാനം അധിക കാലം നിൽക്കില്ല എന്നിങ്ങനെ പറയുന്നിട്ടായിട്ട് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ രോഹിത്തൊക്കെ പറയുന്നുണ്ട് അലീന ചേച്ചി ഇവിടുന്ന് പോകുമെന്നാണ് പറഞ്ഞതെന്ന്. പിന്നീട് രോഹിത്ത് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ചേച്ചി ഇങ്ങനെ ഫാദറിനോട് പറഞ്ഞല്ലോ ചേച്ചിയുടെ റിയൽ ഫാദർ ബാലചന്ദ്ര മേനോനല്ല എന്നുള്ളത്, അത് സത്യമാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതെ, എൻ്റെ റിയൽ ഫാദർ ബാലചന്ദ്ര മേനോനല്ല, ഞാൻ ആ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറയും. പിന്നെ നിനക്കറിയേണ്ടത് ഇനി നമ്മൾ തമ്മിൽ രക്തബന്ധം ഉണ്ടോയെന്നല്ലേ, നമ്മൾ തമ്മിൽ രക്തബന്ധം ഉണ്ടെന്നും അലീന രോഹിത്തിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സംശയത്തോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് രോഹിതാണെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അലീന അവിടെ നിന്ന് പോകുമെന്ന് അറിയുമ്പോൾ ബാലചന്ദ്ര മേനോനും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.